ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസിന് കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആര്? ഓക്കെ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ്. എന്നാൽ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാ? അത് ഏണസ്റ്റ് റുദർഫോർഡാണ്. സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, അതുപോലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, അതുപോലെ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ആധുനിക ആറ്റം മാതൃക ആവിഷ്കരിച്ചത് നീൽസ് ബോർ ആണ്. ഇനി ആറ്റത്തിൽ കാണപ്പെടുന്ന പോസിട്രോണുകളെ കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. ആറ്റത്തിലുള്ള പോസിട്രോണുകളെ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ഒരു ന്യൂക്ലിയസിന്റെ അകലം കൂടുമ്പം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ AMU. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ആ AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ 12 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാർബൺ 12 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്. അതെന്താണ്? ഐസോടോപ്പ് ആണ്. അപ്പൊ എന്താണ് ഐസോടോപ്പ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്പ്. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കാർബണിന്റെ ഐസോടോപ്പ് ആണ് കാർബൺ 12, 14, 13 എന്നൊക്കെ പറയുന്നത്. അതിൽ കാർബൺ 14 നമ്മൾ ഫോസിൽസിന്റെ അല്ലെങ്കിൽ ചരിത്രാതീത കാലത്തുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ 14 ഐസോടോപ്പ് ആണ്. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് ഫോസ്ഫറസ് 31. അത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ട്രേസറായി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ഐസോടോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഏതാ വരിക? കാർബൺ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിനും ഒരു മോളിന്റെ വ്യാപ്തം എന്നത് എത്രയായിരിക്കും? അത് 22.4 ലിറ്റർ ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അപ്പൊ അതിന്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ, പിന്നെ സിലിക്കൺ, പിന്നെ വരുന്നത് അലൂമിനിയം, പിന്നെ അയൺ, ലാസ്റ്റ് കാൽസ്യം. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. ഓക്കെ, ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം. അതിൽ ലോഹം ഏതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയാണ് വരിക. ലോഹം ഏതാണ് ചോദിച്ചാൽ അലൂമിനിയാണ് വരിക. മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഉൽപ്പതനത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. ഉൽപ്പതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖരവസ്തു നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് എന്ത്? ഉൽപ്പതനം. അതായത് ഖരവസ്തുവിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ദ്രാവകമാവാതെ നേരിട്ട് ഗ്യാസിലേക്ക് മാറുക, സോളിഡ് ടു ഗ്യാസ്. ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഉൽപ്പതനം എന്ന് അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് കർപ്പൂരം, നാഫ്തലിൻ, അമോണിയം ക്ലോറൈഡ്, അയഡിൻ. ഇതൊക്കെ എന്താണ്? ഉൽപ്പതനത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇവയെല്ലാം. ഓക്കെ, നാഫ്തലിൻ എന്ന് പറയുന്നത് എന്താണ്? പാറ്റ ഗുളികയാണ്. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C10H8 ആണ്. C10H8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു നിറമില്ലാത്ത ഒരു രാസവസ്തുവാണ്. നിറമില്ലാത്ത രാസവസ്തുവാണ് ഏത്? അല്ലെങ്കിൽ ഒരു സംയുക്തമാണ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് എന്ത്? ക്ലോർ ആൽക്കലി പ്രവർത്തനം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത്. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അത് നീറ്റുകക്കയുടെ രാസനാമമാണ് ഇത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിന്റെ രാസനാമമാണ് എന്ത് കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ജലത്തിന്റെ കാഠിന്യം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ചോദിച്ചാൽ അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ജലത്തിന്റെ കാഠിന്യം അത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്നാൽ പവിഴപ്പുറ്റുകൾ എന്താണ്? പവിഴപ്പുറ്റുകൾ അത് കാൽസ്യം കാർബണേറ്റ് ആണ്. ചൂയിങ്കം കാൽസ്യം കാർബണേറ്റ് ആണ്. പിന്നെ ടൂത്ത് പേസ്റ്റിലൊക്കെ പോളിഷിംഗ് ഏജന്റായി ഉപയോഗിക്കുന്നതും കാൽസ്യം കാർബണേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അത് ലെഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ലെഡ് കൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹദ്യുതിയുള്ള അലോഹമാണ് ലോഹദ്യുതി കാണിക്കുന്ന അലോഹമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോഹദ്യുതി കാണിക്കുന്ന അലോഹം അയഡിൻ. എന്നാൽ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. ബ്രോമിൻ എന്ന് പറയുന്നത് അലോഹ മൂലകമാണ്. അത് അന്തരീക്ഷ ഊഷ്മാവിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈ അയഡിൻ എന്ന് പറയുന്നത് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ്. സാന്ദ്രത കൂടിയ അലോഹം, ലോഹദ്യുതി കാണിക്കുന്ന അലോഹമൊക്കെ ഏതാണ്? അയഡിനാണ്. ഇത്തരം വീഡിയോസ് കൂടുതലായി ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്